ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ പ്രവർത്തനം. ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്, ഓപ്ഷൻ ബി ഓപ്പറേഷൻ കാവേരി, ഓപ്ഷൻ സി ഓപ്പറേഷൻ ഗംഗ, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ദോസ്ത്. ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി എന്താണ്? ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. അപ്പോൾ ഓപ്പറേഷൻ കാവേരി എന്താണ്? ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ദൗത്യം. കാവേരി, സുഡാൻ, അങ്ങനെ ഓർത്തു വയ്ക്കുക. അടുത്ത ഓപ്പറേഷൻ ഗംഗ. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. എന്താണ് ഓപ്പറേഷൻ ഗംഗ? റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. അത് ഇന്ത്യ നടത്തുന്നത്. എന്നാൽ എയർ ഇന്ത്യ നടത്തുന്ന ഒരു ഓപ്പറേഷനുണ്ട്, അതാണ് വന്ദേ ഭാരത്. ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ എയർ ഇന്ത്യ നടത്തുന്ന മിഷനാണ് വന്ദേ ഭാരത്. അപ്പം എന്താണ് ഓപ്പറേഷൻ ഗംഗ, വന്ദേ ഭാരത്? ഓപ്പറേഷൻ ഗംഗ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യം. വന്ദേ ഭാരത് ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ എയർ ഇന്ത്യ നടത്തുന്ന മിഷൻ വന്ദേ ഭാരത്. അപ്പോൾ ബാക്കി 3 ഓപ്ഷൻ നമ്മൾ നോക്കി. ഓപ്പറേഷൻ കാവേരി, ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ ദോസ്ത് നോക്കി. ഓപ്പറേഷൻ ദോസ്ത് എന്താണ്? തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. എവിടുത്തെ? തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ നടത്തുന്ന പ്രവർത്തനം ഓപ്പറേഷൻ ദോസ്ത്. ഓപ്ഷനിലുള്ള നമ്മൾ നോക്കി. ഇനി കുറച്ച് ഓപ്പറേഷൻസും കൂടെ വേറെ നോക്കാം. ഓപ്പറേഷൻ സതർക്ക്. നികുതി വെട്ടിപ്പിനായി നിയമവിരുദ്ധ ഉൽപ്പന്നങ്ങൾ ട്രെയിൻ വഴി കടത്തുന്നത് കണ്ടെത്താനായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സതർക്ക്. എന്താണ് ഓപ്പറേഷൻ സതർക്ക്? നികുതി വെട്ടിപ്പിനായി നിയമവിരുദ്ധ ഉൽപ്പന്നങ്ങൾ ട്രെയിൻ വഴി കടത്തുന്നത് തടയുന്നതിന് അല്ലെങ്കിൽ കണ്ടെത്താനായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സതർക്ക്. ഓക്കെ, ഓപ്പറേഷൻ സതർക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? അടുത്തത് ഓപ്പറേഷൻ യെല്ലോ. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യവകുപ്പിൻ്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ യെല്ലോ. എന്താണ് ഓപ്പറേഷൻ യെല്ലോ? അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പരിശോധനയാണ് ഓപ്പറേഷൻ യെല്ലോ. അടുത്തത് ഓപ്പറേഷൻ മൂൺലൈറ്റ്. എന്താ? 2023 സെപ്റ്റംബറിൽ സംസ്ഥാനത്തെ ബോക്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. 2023 സെപ്റ്റംബറിൽ സംസ്ഥാനത്തെ ബോക്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. അടുത്ത ഓപ്പറേഷൻ ഹോപ്പ്. എന്താണ് ഓപ്പറേഷൻ ഹോപ്പ്? എന്താണ്? 2023 മേയിൽ ആമസോൺ വനത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഓപ്പറേഷൻ ഹോപ്പ് എന്താണ്? 2023 ആമസോൺ വനത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. കുറച്ചുകൂടി നമുക്ക് 1-2 ഓപ്പറേഷൻ കൂടി നമുക്ക് നോക്കാം. ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. എന്താണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി? ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. നമുക്ക് കണക്ട് ചെയ്യാമല്ലോ സ്റ്റെപ്പിനി. നമ്മൾ വണ്ടികളിൽ സ്റ്റെപ്പിനി ഇല്ലേ, അത് വെച്ച് കണക്ട് ചെയ്ത് ഓർമ്മിച്ചെടുക്കുക. അടുത്തത് ഓപ്പറേഷൻ ഫോസ്കോസ്. എന്താണ് ഓപ്പറേഷൻ ഫോസ്കോസ്? ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്.
ഓപ്പറേഷൻ ഫോസ്കോസ് എന്താണ്? ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. അടുത്തത് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. 2023 ഡിസംബറിൽ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. എന്താണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി? 2023 ഡിസംബറിൽ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി.